മക്കൾ തമ്മിൽ തർക്കം പരിഹരിക്കാനായില്ല. എം ലോറൻസിന്റെ മൃതദേഹം 2.5 മാസമായി മോർച്ചറിയിൽ. അന്തരിച്ച മുതിർന്ന CPM നേതാവ് എം ലോറൻസിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട് മക്കൾ തമ്മിലുള്ള തർക്കം ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിച്ചില്ലെന്ന് മധ്യസ്ഥൻ. കുടുംബവുമായി ചർച്ച നടത്തിയെന്നും എന്നാൽ ഒത്തുതീർപ്പിലെത്താൻ സാധിച്ചില്ല എന്നുമുള്ള റിപ്പോർട്ട് മധ്യസ്ഥനായി പ്രവർത്തിച്ച മുതിർന്ന അഭിഭാഷകൻ NN സുഗുണപാലൻ ഹൈക്കോടതിയിൽ നൽകി. കേസ് വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കാൻ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംകാർ, ജസ്റ്റിസ് S മനു എന്നിവരടങ്ങിയ ബെഞ്ച് മാറ്റി. മരിച്ചയാളോട് അല്പമെങ്കിലും ആദരവ് കാണിക്കണമെന്നും തർക്കങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും വ്യക്തമാക്കിയാണ് കോടതി മധ്യസ്ഥനെ നിയോഗിക്കാൻ നിർദ്ദേശിച്ചത്. തുടർന്നാണ് കുടുംബം മുതിർന്ന അഭിഭാഷകൻ NN സുഗുണപാലനെ മധ്യസ്ഥനായി നിശ്ചയിച്ചത്. മക്കൾ തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ തനിക്ക് സാധിച്ചില്ലെന്ന് മധ്യസ്ഥൻ അറിയിച്ചതോടെ തീരുമാനം വീണ്ടും കോടതിയുടെ പരിഗണനയിലായി. സെപ്റ്റംബർ 21-ന് അന്തരിച്ച മുതിർന്ന CPM നേതാവിന്റെ മൃതദേഹം ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്നാവശ്യപ്പെട്ട് മകൾ ആശ ലോറൻസ് നൽകിയ അപ്പീലാണ് കോടതി മുമ്പാകെയുള്ളത്. മറ്റൊരു മകൾ സുജാത ബോബനും ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ പഠനത്തിനായി വിട്ടു നൽകാൻ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. തർക്കം പരിശോധിക്കാൻ രൂപീകരിച്ച മെഡിക്കൽ കോളേജ് സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. എന്നാൽ ശരിയായ രീതിയിലല്ല സമിതി തങ്ങളെ കേട്ടത് എന്ന് കാട്ടി ആശ ലോറൻസ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു.